Hello dear friends, welcome to RJ's Physics classes. Motion along a straight line എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഗ്രാഫുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എസ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ് ആൻഡ് എ ടി ഗ്രാഫ്, ഇത്രയാണ് നമ്മൾ അതിൽ പറഞ്ഞ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് നീങ്ങാം. അതിനു മുന്നേ ബുക്കും പെന്നും എടുത്തിട്ടുണ്ടല്ലോ, എഴുതാൻ റെഡി ആയിട്ടാവും ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, സമയാസമയങ്ങൾ കൃത്യമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വാണ്ടിറ്റി റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, ആ പേരെന്നെ സുഖമുള്ളൊരു പേരാണ്, റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ആണ് ഫസ്റ്റ് ടോപ്പിക്. റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കാം? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, റിലേറ്റ് ചെയ്തുകൊണ്ട് പറയണ വെലോസിറ്റിനെയാണ് എന്ത് വിളിക്കുക? റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കുക. റിലേറ്റ് ചെയ്തുകൊണ്ട് പറയണ വെലോസിറ്റിയാണ് റിലേറ്റീവ് വെലോസിറ്റി. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും റിലേറ്റീവായിട്ടാണ് പറയാറുള്ളത് അല്ലേ? ഏത് കാര്യം പറയുമ്പോഴും റിലേറ്റീവായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാം. എന്തിലും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഉയരാണ് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ അത്രയും ഉയരമുള്ള ഒരാളെ ഇമാജിൻ ചെയ്യോ? ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര തടിയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയും വണ്ണുള്ള ഒരാൾ, നെവർ. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. അതിൻ്റെ റീസൺ നമുക്കറിയാം. ഒരാൾ ഉയരം കൂടി എത്ര ഉണ്ടാവുക, ഒരാൾ വണ്ണം കൂടി എത്ര ഉണ്ടാവുക, ഈ ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. സോ ഈ ലോജിക്ക് തന്നെയാണ് ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യണത്. ഒരു വെലോസിറ്റീനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വെലോസിറ്റി പറയാം. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മൾ ചില നോർമൽ ഓർഡിനറി പാസഞ്ചർ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ ബോറടിക്കും. കാരണം ട്രെയിൻ പതുക്കെയാണ് നീങ്ങണത്, സ്റ്റോപ്പുകളുടെ എണ്ണം കൂടിയോണ്ട് വളരെ പതുക്കെയാണ് ട്രെയിൻ നീങ്ങണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ചിലപ്പോഴായിരിക്കും തൊട്ടപ്പുറത്ത് വേറൊരു ട്രെയിൻ ക്രോസ് ചെയ്താണ് പോകണ്ടാവും, അലറിപ്പാഞ്ഞ് ഭൂമി കുലുക്കി ജഗ പുകയൊക്കെ ഇട്ടാവും പോകണ്ടാവുക. അറിയാണ്ട് ആഗ്രഹിച്ചു പോവും ആ ട്രെയിനിലെങ്ങാനോ ആയിരുന്നെങ്കിൽ. ആ ട്രെയിനിൽ നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് വിചാരിക്കാം, അയാളെ നിങ്ങൾ ഫോൺ ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾ അബദ്ധവശാൽ നിങ്ങളെ ഫോൺ ചെയ്യാണ്. ചിലപ്പോൾ അയാൾ പറയുന്ന സെൻറ്റൻസ് എന്താവുമെന്നറിയോ? ഓ, നിൻ്റെ ട്രെയിൻ എന്ത് സ്പീഡിലാണ് പോണേ, ഞാൻ വളരെ പതുക്കെയാണല്ലോ പോണെന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ പതുക്കെയാണ് പോണത്, നിൻ്റെ ട്രെയിൻ സ്പീഡിലാണ് പോണേ. അതിൻ്റെ റീസൺ സിമ്പിൾ, നിങ്ങളിരിക്കുന്ന ട്രെയിനിൽ നിന്ന് അപ്പുറത്തെ ട്രെയിനിനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത വെലോസിറ്റിയാണ് ഫീൽ ചെയ്യുക, അതിൻ്റെ ഒറിജിനൽ അല്ല ഫീൽ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസിന് വേണ്ടി നമ്മൾ ഇരിക്കണ ഫ്രെയിം. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അതാണ് ഫ്രെയിം, നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരു ട്രെയിനിൽ നമ്മൾ പോണു, ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിൻ വരുമ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് ഭയങ്കര സ്പീഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെ റീസൺ സിമ്പിളാണ്. ഒരു വെലോസിറ്റി ഇങ്ങനെയും അടുത്ത വെലോസിറ്റി ഇങ്ങനെയും ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ v1 പ്ലസ് v2 ആണ്. ഓക്കെ, ഒരു വെലോസിറ്റി റൈറ്റിലേക്കും അടുത്ത വെലോസിറ്റി ലെഫ്റ്റിലേക്കും ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ v1 പ്ലസ് v2 ആണ്. ഐഡിയ ക്ലിയർ? നേരത്തെ പറഞ്ഞ ട്രെയിനിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ രണ്ട് ബസ്സിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരു ബസ് ഇങ്ങനെ പോണു, വേറൊരു ബസ് ഇങ്ങോട്ട് വരുന്നു, ഭയങ്കര സൗണ്ടിൽ ഒരു ഷം തന്നെ കാറ്റടിക്കണ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ആ ട്രെയിൻ ബസ് ക്രോസ് ചെയ്താണ് പോകും. ശരിക്കും വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് തോന്നുക അത് ഭയങ്കര സ്പീഡിലാണെന്നാണ്. അതിൻ്റെ റീസൺ സിമ്പിളാണ്. ഒരു ബസ് ഇങ്ങനെ പോണു, ഇതിൻ്റെ സ്പീഡ് 30 km/h. അടുത്ത ബസ് ഇങ്ങനെ പോണു, ഇതിൻ്റെ സ്പീഡ് 30 km/h. ഓക്കെ, ആ 30 എന്നുള്ളത് നമുക്ക് 60 എന്നാക്കാം, ഒന്നും കൂടി പഞ്ചായി. ഓക്കെ, 60 km/h എന്നാക്കി ഒന്നും കൂടി ഒരു പവർ കിട്ടും.
ഈ ബസ്സിലിരിക്കുന്ന ആൾക്ക് ആ ബസ്സിൻ്റെ സ്പീഡ് ഫീൽ ചെയ്യുക 60 ആണ്, പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഫീൽ ചെയ്യുക 120 km/h ആണ്. കാരണം സിമ്പിളാണ്, രണ്ട് വെലോസിറ്റികൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി വരിക v1 + v2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 60 + 60 120 km/h. അത് ഭയങ്കര സ്പീഡാണ്. ഓക്കെ, ഇനി ഇതിലിരിക്കുന്ന ആൾക്ക് ഇതിൻ്റെ സ്പീഡും എന്തെന്നെ ഫീൽ ചെയ്യുക 120 km/h എന്നാണ് ഫീൽ ചെയ്യുക. അതാണ് ഈ രണ്ട് ബസ്സിന് ഭയങ്കര സ്പീഡ് ഫീൽ ചെയ്യാനുള്ള കാരണം. ഈ ഫീലിങ്ങിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കണത്? റിലേറ്റീവ് വെലോസിറ്റി. അതില്ലാണ്ട് നമ്മൾ ഒരു കാര്യവും പറയാറില്ല അല്ലേ? നമ്മളെ ക്ലാസ് റൂമിലിരിക്കുന്ന ഒരു ടേബിൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുക? റെസ്റ്റിലാണ്. പക്ഷെ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കല്ലേ, അപ്പോൾ ആ ടേബിൾ റെസ്റ്റിലാണ് വിത്ത് റെസ്പെക്ട് ടു അവർ ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ നിൽക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ചിട്ട് ആ മേശ എന്തിലാണ്? റെസ്റ്റിലാണ്. അങ്ങനെ പറയാൻ പാടുള്ളൂ. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഒരു ടേബിൾ റെസ്റ്റിലാണോ എന്ന് ചോദിച്ചാൽ ഔട്ടർ സ്പേസിൽ നിൽക്കുന്ന ആൾക്ക് ആ ടേബിൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഭയങ്കര സ്പീഡിൽ, കാരണം ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, സോ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ മേശ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മേശ എന്തിലാണ്? റെസ്റ്റിലാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി രണ്ട് വെലോസിറ്റികൾ ഒരേ ഡിറക്ഷനിലാണ് വരണതെങ്കിൽ, ഓക്കെ, ഒന്നാമത്തെ വെലോസിറ്റി v1, രണ്ടാമത്തെ വെലോസിറ്റി v2. റിലേറ്റീവ് വെലോസിറ്റി വിൽ ബി v1 - v2. ഒരു വെലോസിറ്റി v1, രണ്ടാമത്തെ വെലോസിറ്റി v2, രണ്ടും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി വരിക v1 - v2 ആണ്. പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഇനി ഇത് ആലോചിക്കാൻ അതിലും എളുപ്പമാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ജീവിതത്തിൽ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ കുറേ സീറ്റുകളുണ്ട്, ഇതിൽ ഈ സീറ്റിലിരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്യണം. ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ സീറ്റിലിരിക്കുന്ന ആളെ നോക്കിയിട്ടേ ഇയാളിപ്പോൾ എന്ത് സ്പീഡിലാണ് പോണേന്ന്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലെ ആളെ നോക്കിയിട്ട് ഇവപ്പം എന്ത് സ്പീഡിലാണ് പോണേ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും ആലോചിക്കില്ല. പകരം നമ്മൾ എന്താ ആലോചിക്കുക? അവൻ റെസ്റ്റിലാണെന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് അവൻ റെസ്റ്റിലാണെന്ന് ആലോചിക്കാൻ കാരണം? നമ്മളുടെ വെലോസിറ്റി, ഇപ്പോൾ ബസ് ഭയങ്കര സ്പീഡിലാണ് പോണേ 80 km/h. ഇയാളുടെ സ്പീഡും 80 km/h അല്ലേ? രണ്ട് ബസ്സും ഒരേ ഡിറക്ഷനിലാണ് പോണതെങ്കിൽ വാട്ട് ഷുഡ് ബി റിലേറ്റീവ് വെലോസിറ്റി? 80 - 80, ആൻസർ ഈസ് 0. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, സോ രണ്ട് വെലോസിറ്റികൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി v1 + v2. രണ്ട് വെലോസിറ്റികൾ സെയിം ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി v1 - v2. ഗോട്ട് ഇറ്റ്? ഈ ബസ്സിൻ്റെ കേസ് ആലോചിച്ചാൽ റിലേറ്റീവ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണു, തൊട്ടടുത്തിരിക്കണ സീറ്റിലാളും യാത്ര ചെയ്യണു, അയാൾ റെസ്റ്റിലായിട്ടാണ് ഫീൽ ചെയ്യണത്. നമ്മൾക്ക് 80, അയാൾക്കും 80. 80 എന്ത് ചെയ്താലാണ് 0 കിട്ടുക? മൈനസ് ചെയ്താലാണ്. സ്വാഭാവികമായിട്ടും രണ്ട് വെലോസിറ്റികൾ ഒരേ ഡിറക്ഷനിലാണെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്ലസ് ചെയ്യണം. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഏതെങ്കിലും ഡിറക്ഷനിലാണ് രണ്ട് വെലോസിറ്റികൾ വരണതെങ്കിൽ മേക്ക് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിയൽ ഇക്വേഷൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുക, എങ്കിലും ഞാൻ പറയാം. വെക്റ്റർ സബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് VAB മീൻസ് VA - VB. Okay, VA - VB, velocity of A with respect to velocity of B. Okay, it is VA - VB. Very sorry. ഇത് വെക്റ്റർ സബ്സ്ട്രാക്ഷൻ ആണ്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക എങ്ങനെയാണ്? √VA² + VB² - 2VA VB cos theta. This is the equation for finding relative velocity. ഓക്കെ, ഇനി ഈ പറഞ്ഞ കേസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതും കിട്ടും. കാരണം ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി വരുമ്പോൾ ഇവിടെ എന്ത് വരും? cos 180 - 1 VA² + VB² + 2VA VB. It is nothing but root of എന്താ വരിക?
വി എ പ്ലസ് വി ബി ഹോൾ സ്ക്വയർ. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോവും. ബാക്കി എന്താ ഉണ്ടാവുക? വി എ പ്ലസ് വി ബി ഉണ്ടാവും. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? വി എ പ്ലസ് വി ബി ഉണ്ടാവും ബാക്കി. ഓക്കെ, ഇനി ഈ കേസിലാണെങ്കിൽ 0 ഡിഗ്രി കോസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പം എന്താ ഇക്വേഷൻ കിട്ടുക? റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 വി എ വി ബി. ഇറ്റ് ഈസ് വി എ മൈനസ് വി ബി ഹോൾ സ്ക്വയർ ഇൻസൈഡ് റൂട്ട്. ആൻസർ വിൽ ബി വി എ മൈനസ് വി ബി. ഓക്കെ, അപ്പോൾ ഏത് ആംഗിളിലാണെങ്കിലും റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. വി എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 വി എ വി ബി കോസ് തീറ്റ. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഈ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ ക്വസ്റ്റ്യൻ വരണ സമയത്ത് നമ്മൾ ചെയ്യേണ്ട മിനിമം ലോജിക്, ടേക്ക് വൺ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി എന്നാണ്. ടേക്ക് വൺ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. ഇതാണ് ഈ ഏരിയയിലെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മിനിമം ഐഡിയ. ഓക്കെ, ഇവിടുത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക്കാണ് ടേക്ക് വൺ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, നോക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ബസ് എ, രണ്ടാമത്തെ ബസ് ബി, ഇത് രണ്ടും ഇപ്പോൾ ഒന്നാമത്തെ ബസ് എ എന്ന് പറഞ്ഞ ബസ് ഇങ്ങോട്ട് നീങ്ങണു 30 km/h. രണ്ടാമത്തെ ബസ് ബി ഇങ്ങോട്ട് നീങ്ങണു 20 km/h. ഇത് കണക്ട് ചെയ്യണ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ വസ്തു റെസ്റ്റിലാന്ന് എടുക്കുക, രണ്ടാമത്തെ വസ്തു നീങ്ങണത് റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കണം. ഒന്നാമത്തെ വസ്തു റെസ്റ്റിൽ, അപ്പോൾ എ എന്ന് പറഞ്ഞ് റെസ്റ്റിലെടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ബീൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 30 വലത്തോട്ട് 20 ലെഫ്റ്റിലേക്ക്. സ്വാഭാവികമായിട്ടും രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എ എന്നുള്ളതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. എ അറ്റ് റെസ്റ്റ് and B is moving with relative velocity 50 km/h. ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമില്ലല്ലോ. റിലേറ്റീവ് വെലോസിറ്റിൻ്റെ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് വൺ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാനകത്ത് ഇതേ ചോദ്യം തന്നെ ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. ഒരു ബസ്, ഈ ബസ് എ, ഈ ബസ്സിൻ്റെ വെലോസിറ്റി 40 km/h. രണ്ടാമത്തെ ബസ് ബി, ഈ ബസ്സിൻ്റെ വെലോസിറ്റി 50 km/h. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? What is the velocity of A with respect to velocity of B? No doubt at all, 90 km. 40 plus 50, 90 km/h. What's the velocity of B with respect to A എന്ന് ചോദിച്ചാലോ? Again same, 90 km/h. That is the required answer. സംശയങ്ങളൊന്നുമില്ലല്ലോ. ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാന്ന് എടുത്തു, രണ്ടാമത്തെ ഓബ്ജക്റ്റ് നീങ്ങണത് റിലേറ്റീവ് വെലോസിറ്റിയിലാണ്. ഇനി ഈ കേസിൽ ഒരു കേസും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ബസ്സിലെ കണ്ടക്ടർ എന്ന് പറഞ്ഞ ആള്, ഈ ബസ്സിലെ കണ്ടക്ടർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാൾ മുന്നിലേക്ക് ഓടുകയാണ്. ഈ ബസ്സിലെ കണ്ടക്ടർ എന്ന് പറഞ്ഞ വ്യക്തി മുന്നിലേക്ക് ഓടുന്നു വിത്ത് എ വെലോസിറ്റി 5 km/h. ഈ ബസ്സിലെ കണ്ടക്ടർ മുന്നിലേക്ക് ഓടുന്നു 5 km/h എന്നുള്ള സ്പീഡിൽ. ഈ ബസ്സിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കണ്ടക്ടറുടെ സ്പീഡ് എത്രയായിട്ടാണ് ഫീൽ ചെയ്യുക? ഈ ബസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഈ കണ്ടക്ടറുടെ സ്പീഡ് എത്രയായിട്ടാവും ഫീൽ ചെയ്യുക? അവിടെ ഇതിൻ്റെ ഉള്ളത്തെ കേസ് എടുക്കുമ്പോൾ റിലേറ്റീവ് എടുക്കരുത്, ഇറ്റ് ഈസ് റിസൾട്ടന്റ് വെലോസിറ്റി. സോ 40 km/h സ്പീഡിൽ ബസ് പോണു, അതിൻ്റെ ഉള്ളിൽ 5 km/h കണ്ടക്ടർ നീങ്ങണു. സോ കണ്ടക്ടറുടെ സ്പീഡ് വരിക 45 km/h. ഈ ബസ്സിൻ്റെ സ്പീഡ് 50 km/h.
സോ ഈ കണ്ടക്ടറുടെ സ്പീഡ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 45 പ്ലസ് 50 ആൻസർ ഈസ് 95 km/h. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ബസ്സിലെ കണ്ടക്ടർ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഓടുകയാണ് 5 km/h. ബസ്സിന് ഓൾറെഡി 40 km/h സ്പീഡ് ഉണ്ട്, കണ്ടക്ടർക്ക് 5 ഉണ്ട്. അവിടെ റിസൾട്ടൻ്റ് വെലോസിറ്റി ആണ്, രണ്ടും ഒരേ ഡിറക്ഷൻ ആഡ് ചെയ്യാം. 40 + 5 45. ഇവിടെ നിന്നുള്ള ബസ് ഇങ്ങോട്ട് 50 km/h. സോ റിലേറ്റീവ് വെലോസിറ്റി ഷുഡ് ബി 45 + 50. ആൻസർ ഈസ് 95 km/h. ഇനി ഈ കണ്ടക്ടർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഓടണമെങ്കിലോ? ബസ് 40 km/h മുന്നിലേക്ക് നീങ്ങണോ, കണ്ടക്ടർ 5 km/h സ്പീഡിൽ പിന്നിലേക്ക് നീങ്ങണോ? അപ്പം കണ്ടക്ടറുടെ സ്പീഡ് വരിക 40 - 5. അതെങ്ങനെയാ? ബസ് മുന്നിലേക്കല്ലേ നീങ്ങണേ, കണ്ടക്ടർ പിന്നിലേക്കല്ലേ പോരണത്. സ്വാഭാവികമായിട്ടും ആ കണ്ടക്ടറുടെ പൊസിഷൻ നോക്കിയാൽ ഒറിജിനിൽ നിന്ന് ദൂരം കുറച്ചല്ലേ ഉള്ളൂ, ബസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ അത്രയും ദൂരം ഇല്ല. സോ കുറച്ച് ദൂരം പിന്നിലാണ്, അപ്പോൾ അയാളുടെ വെലോസിറ്റി കുറഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, സോ അപ്പോൾ കണ്ടക്ടറുടെ സ്പീഡ് വരിക 40 - 5. എപ്പോൾ? ബസ്സിൻ്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് അയാൾ ഓടുമ്പോൾ. കാരണം അത് റിസൾട്ടൻ്റ് ആണ്, നോട്ട് റിലേറ്റീവ്. ഓക്കെ, then ഇത് 35, ഇത് 50. Resultant velocity should be 50 + 35. Answer is 85 km/h. ഇനീഷ്യലായിട്ട് തന്ന ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമില്ലല്ലോ. രണ്ട് ഓബ്ജക്ട്സ് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ വെലോസിറ്റികൾ ആഡ് ചെയ്യാം. രണ്ട് ഓബ്ജക്ട്സ് ഒരേ ഡിറക്ഷനിൽ പോകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ മൈനസ് ചെയ്യാം. ഈ രണ്ടും ക്ലിയർ ആയി. ഇനി ബസ്സിൽ നിന്ന് തന്നെ ഒരാൾ ഓടുകയാണ് മുന്നിലേക്ക്. ഓക്കെ, ബസ്സിൽ നിന്ന് തന്നെ ഒരാൾ മുന്നിലേക്ക് ഓടണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അയാളുടെ സ്പീഡ് കാണാൻ ബസ്സിൻ്റെ സ്പീഡ് പ്ലസ് അയാളുടെ സ്പീഡ്, അപ്പം അയാളുടെ നെറ്റ് സ്പീഡ് കിട്ടും. ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിൻ്റെ സ്പീഡും അറിയാം. ഇതിൻ്റെ റിലേറ്റീവ് കാണാം, ഒന്ന് വലത്തോട്ട് മറ്റേത് ഇടത്തോട്ട്, രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ ബസ് 40, കണ്ടക്ടർ 5, 45, ഇങ്ങോട്ട് 50, 45 + 50. ആൻസർ ഈസ് 95 km/h. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിൽ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. ഒരു ട്രെയിൻ, ഈ ട്രെയിനിൻ്റെ ലെങ്ത് 300 മീറ്റർ ആണ്. ഓക്കെ, ആ ട്രെയിനിൻ്റെ ലെങ്ത് 300 മീറ്റർ ആണ്. ഈ ട്രെയിൻ ഇങ്ങോട്ട് പോണു വിത്ത് എ വെലോസിറ്റി. ഓക്കെ, ഈ ട്രെയിൻ ഇങ്ങോട്ട് പോണു വിത്ത് എ വെലോസിറ്റി 30 m/s. ഒരു പാരറ്റ് ഇതിൻ്റെ എൻജിൻ്റെ അവിടുന്ന് ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് ഫ്ലൈ ചെയ്യണം വിത്ത് എ വെലോസിറ്റി 20 m/s. Find the time taken by the parrot to cross the train. Find the time taken by the parrot to cross the train. Okay, so ഒരു ട്രെയിൻ, ആ ട്രെയിനിൻ്റെ ലെങ്ത് ഞാൻ തന്നു, എത്രയാണ്? 300 മീറ്റർ. ദെൻ ട്രെയിൻ പോണ വെലോസിറ്റി 30 m/s ആണ്. ഒരു പാരറ്റ് അതിൻ്റെ മുകളിൽ നിന്ന് വലത്തോട്ട് പാസ് ചെയ്ത് പോണു, അതിൻ്റെ വെലോസിറ്റി 20 m/s ആണ്. ഓക്കെ, വെരി സിമ്പിൾ. നമുക്കറിയണ ഇക്വേഷൻ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് 300 മീറ്റർ ബൈ വെലോസിറ്റി 30 ഇങ്ങോട്ട് 20 വലത്തോട്ട്. സോ റിലേറ്റീവ് വെലോസിറ്റി ഷുഡ് ബി 50. We will get the answer 6 seconds. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക്. രണ്ട് ട്രെയിനുകൾ, ഒന്നാമത്തെ ട്രെയിൻ ഇങ്ങനെ പോണു, രണ്ടാമത്തെ ട്രെയിൻ ഇങ്ങനെ വരുന്നു. ഇത് 300 മീറ്റർ ലെങ്ത് ആണ്, ഇതും 300 മീറ്റർ ലെങ്ത് ആണ്. ഓക്കെ, ഇത് 300 മീറ്റർ ലെങ്ത് ആണ്, ഇതും 300 മീറ്റർ ലെങ്ത് ആണ്. ഈ ട്രെയിൻ ഇങ്ങോട്ട് പോണ വെലോസിറ്റി ഓക്കെ 40 m/s. ഈ ട്രെയിൻ ഇങ്ങോട്ട് പോണ വെലോസിറ്റി 20 m/s. പാരലൽ ട്രാക്കിലൂടെ രണ്ട് ട്രെയിനുകൾ നീങ്ങാം.
Two trains are moving in parallel track with velocities 40 and 20 meter per second respectively. At a moment, the engines of two trains are in the same line. Then find the time taken by them to cross. ഇവരെ ക്രോസ് ചെയ്ത് പോവാൻ എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. എത്രയായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ്? അതിൻ്റെ ലോജിക് നമുക്കറിയാലോ. ടേക്ക് വൺ ഓബ്ജെക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. ഒന്ന് റെസ്റ്റിലാണ്, രണ്ടാമത്തെ മൂവ് ചെയ്യണത് റിലേറ്റീവ് വെലോസിറ്റിയിലാണ്. ടേക്ക് വൺ ഓബ്ജെക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, സോ ഇത് 300 മീറ്റർ ആണെങ്കിൽ ബി റെസ്റ്റിലാണ്, എ ആണ് മൂവ് ചെയ്യണത് വിചാരിക്കാം. ഓക്കെ, ഇത് 300 മീറ്റർ സഞ്ചരിച്ചാൽ ഇതിൻ്റെ ഒപ്പം എത്തേ ചെയ്യുള്ളൂ. പിന്നെയും 300 മീറ്ററും കൂടി സഞ്ചരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? ക്രോസ് ചെയ്ത് പോണത് അല്ലേ? അത് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഒരു ട്രെയിൻ ഇവിടെ ഉണ്ട്, അടുത്ത ട്രെയിൻ ഇവിടെ ഉണ്ട്, രണ്ടും ഒരേ ലെങ്ത് ആണ്. ഇത് ഇതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 300 ആണെങ്കിൽ ഇതും 300 മീറ്റർ എത്തി. ഇനി ഒരു 300 കൂടിയും പോകുമ്പോഴാണ് എന്ത് ചെയ്യണത്? അത് ക്രോസ് ചെയ്തു എന്ന് പറയാം. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 600 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി 60. ആൻസർ ഈസ് 10 seconds. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? വളരെ ഈസിയാണ് ആ ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടെ മാറ്റാം. ടു ട്രെയിൻസ് എ ആൻഡ് ബി ആർ മൂവിങ്, ഇതേ രീതിയിൽ തന്നെ ടു ട്രെയിൻസ് എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ പാരലൽ ട്രാക്ക് in the same direction with A ahead of B. Each having length 300 meter. One is moving with a velocity 40 meter per second and the other is moving with a velocity 20 meter per second. After what time B will overtake A? എത്ര സമയം കഴിഞ്ഞാൽ B A നെ ഓവർടേക്ക് ചെയ്യും? So ഇതിൻ്റെ ആൻസർ സിമ്പിൾ ആണ്. ടൈം ഈസ് ഡിസ്റ്റൻസ് ബൈ ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ് അഗെയിൻ 600. ഇവിടെ ആലോചിക്കാൻ സിമ്പിൾ ആണ്. എ റെസ്റ്റിലാണ്, ബി ആണ് നീങ്ങണത്. സോ 300 മീറ്റർ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്തും. പിന്നെ ഒരു 300 കൂടിയും പോയാലാണ് മുന്നിലേക്ക് എത്തുള്ളൂ. ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി 20. So we will get the answer 30 seconds. We will get the answer 30 seconds. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ ക്വസ്റ്റ്യൻ ആണിത്. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ NCERT-യിൽ കൊടുത്ത ഒരു സുന്ദരൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് 3 കാറുകൾ. ഒന്നാമത്തെ കാറ് B, അടുത്ത കാറ് A, അടുത്ത കാറ് C. ഒന്നാമത്തെ കാറ് B, രണ്ടാമത്തെ കാറ് A, മൂന്നാമത്തെ കാറ് C. 3 കാറുകൾ ഒരു നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുകയാണ്. എ 2-lane റോഡ്, 2 വരി പാതയിലൂടെ എന്ത് ചെയ്യണം? 3 കാറുകൾ സഞ്ചരിക്കണം. ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഈ 3 കാറുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസും 1 കിലോമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസുകൾ 1 കിലോമീറ്റർ വീതമാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? ദെൻ ഇവർ സഞ്ചരിക്കണത് ഈ കാറുകൾ സഞ്ചരിക്കണ വെലോസിറ്റി ഈ കാറുകൾ സഞ്ചരിക്കണ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ കാറുകൾ സഞ്ചരിക്കണ വെലോസിറ്റി. ഇതിൽ എ എന്ന് പറഞ്ഞ കാറത്തെ ഡ്രൈവർക്ക് ഒരു ആഗ്രഹം. ഹി ഹാസ് ടു ഓവർടേക്ക് ബി ബിഫോർ സി ക്രോസിംഗ് ഇറ്റ്.
ഓക്കെ, സി ബിനെ ക്രോസ് ചെയ്ത് പോണതിൻ്റെ മുന്നേ എക്ക് ബിനെ ഓവർടേക്ക് ചെയ്ത് കയറണം. വാട്ട് ഷുഡ് ബി ദ ആക്സിലറേഷൻ റിക്വയർഡ്? NCERT-യിലെ പ്രോബ്ലംസിൽ അല്ലെങ്കിൽ എക്സസൈസിൽ കൊടുത്ത രസകരമായ ഒരു ചോദ്യമാണ്. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന കാര്യം. 3 കാറുകൾ ഇങ്ങനെ പോണു, 20 20 20. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്, ഏത് സ്പീഡിൽ ഓക്കെ ഈ കാറ് ആക്സിലറേറ്റ് ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുക? ആ കാറിന് സീനേക്കാൾ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു മാറ്റം വരുത്താണ്, കണക്ക് കൂട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. ഇത് 30, ഇത് 30. 20 വന്ന ആ പ്രോബ്ലം സിമ്പിൾ ആവും, അതുകൊണ്ടാട്ടോ. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇനി നോക്കുക, ബി എന്ന് പറഞ്ഞ കാറ് മൂവ് ചെയ്യണോ, സി എന്ന് പറഞ്ഞ കാറ് മൂവ് ചെയ്യണോ, എ എന്ന് പറഞ്ഞ കാറ് മൂവ് ചെയ്യണോ? പ്രോബ്ലംസിലെ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം NCERT-ത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും ആസ് എ ന്യൂ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ അതിൻ്റെ ഒരു മോഡൽ പറഞ്ഞിരുന്നു എന്ന് മാത്രം. ചോദ്യം ക്ലിയർ ആയില്ലേ? സി ക്രോസ് ചെയ്ത് പോണതിൻ്റെ മുന്നേ എക്ക് ബിനെ ഓവർടേക്ക് ചെയ്ത് കയറണം. അതിന് വേണ്ട ആക്സിലറേഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ഇവരെ കേസ് മാത്രം എടുക്കൂ, ബി സിൻ്റെ കേസ് മാത്രം എടുക്കുക. അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ് നമുക്കറിയാം, 50 മീറ്റർ പെർ സെക്കൻഡ്. 50 മീറ്റർ പെർ സെക്കൻഡ്, സംശയമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും സി ഇതിനെ ക്രോസ് ചെയ്ത് പോവാ? വെരി സിമ്പിൾ, ഡിസ്റ്റൻസ് 1000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് ഉണ്ട്. 20 സെക്കൻഡ് കൊണ്ടാണ് സി ബിനെ ഓവർടേക്ക് ചെയ്ത് പാസ് ചെയ്യാം. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യണം? എ ഇതിനെ ഓവർടേക്ക് ചെയ്ത് കയറണം. ഓക്കെ, ആ സമയം കൊണ്ട് എ ബിനെ ഓവർടേക്ക് ചെയ്ത് കയറണം. ഓക്കെ, വളരെ ഈസിയാണ്. നമുക്കറിയാം S = UT + ½ AT². S 1000 അല്ലേ, കാരണം രണ്ട് ദൂരം 1000 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇത് 20, ഇത് 30. സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ വെലോസിറ്റി വരിക 10 × 20 പ്ലസ് ½ × A × 20². ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? ഇനി 1000 = 200 പ്ലസ് 20² എന്ന് പറഞ്ഞാൽ 400/2, 200A. ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 200A = 800. A = 800 divided by 200. Answer is 4 meter per second square. Okay, so the acceleration required will be 4 meter per second square. ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം NCERT-ന്റെ ബാക്കിൽ എക്സസൈസ് എടുക്കുക. അതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. ആ ക്വസ്റ്റ്യൻ ആൻസർ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. യൂസിങ് ദിസ് ഐഡിയ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ, കൃത്യമായിട്ട് ലോജിക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും, അതിൻ്റെ പ്രോബ്ലംസും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിലുള്ള 2 സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഒന്ന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും രണ്ടാമത്തെ റിയാക്ഷൻ ടൈമും. ഓക്കെ, വളരെ സിമ്പിളാണ് 2 ടോപ്പിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയണത് തന്നെ. NCERT എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആ ടോപ്പിക് ഒന്നുകൂടെ പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്കറിയാം v² = u² + 2as. v² = u² + 2as. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആവുമ്പോൾ v എന്ന് പറഞ്ഞാൽ 0 വരും. സോ 0 = u² + 2as or 2as = -u². S is equal to -u² divided by 2a. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. S = u² divided by 2a. ഓക്കെ, -u²/2a. അതിൽ a എന്ന് പറഞ്ഞാൽ ആക്ച്വലി നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും.
പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സോ v square equal to u square plus 2as എന്നുള്ള ഇക്വേഷൻ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, സോ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. 0 ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, 2as ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ. ഓക്കെ, ഓർ s is equal to minus u square divided by 2a. ഇനി ഇതിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. A car moving with a velocity u and brake applied, it has a stopping distance s. If it is moving with an initial velocity 2u, what should be new stopping distance? ഓക്കെ, വളരെ ഈസിയാണ് ആ ലോജിക്ക് പറയാൻ. യു വെലോസിറ്റിയിൽ വന്നൊരു കാറിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരിക മൈനസ് യു സ്ക്വയർ ബൈ 2a. അത് റിട്ടാർഡേഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യണതെങ്കിൽ ഡയറക്റ്റ് യു സ്ക്വയർ ബൈ 2a എന്ന് എഴുതിയാൽ മതി. ഇനി വെലോസിറ്റി ഡബിളായി, അപ്പോൾ പുതിയ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണുമ്പോൾ 2u ഹോൾ സ്ക്വയർ ബൈ 2a എന്ന് എഴുതണ്ടേ? സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരില്ലേ? എസ് ഡാഷ് ഈക്വൽ ടു 4u സ്ക്വയർ ബൈ 2a. ഈ യു സ്ക്വയർ ബൈ 2a അല്ലേ പണ്ടത്തെ ഡിസ്റ്റൻസ്. സോ എസ് ഡാഷ് ഇസ് ഈക്വൽ ടു 4s. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്തൂടെ? ഇഫ് വെലോസിറ്റി ബിക്കം nu, ന്യൂ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വിൽ ബി, വെലോസിറ്റി ഡബിൾ ചെയ്തപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 times, അപ്പോൾ വെലോസിറ്റി n times ആവുമ്പോഴോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഷുഡ് ബി n square s. ദ ന്യൂ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വിൽ ബി n square s. പറഞ്ഞ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? വെലോസിറ്റി n times ആവുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് n square times ആയിട്ട് മാറും. ക്ലിയർ? കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കറിയാം. ഒരു വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കണ സമയം, റിട്ടാർഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ആ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കണ സമയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വിളിക്കുക. ഇനി റിയാക്ഷൻ ടൈം, അതിന് കൊടുത്ത എക്സാമ്പിൾ ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ പിടിക്കാം. ഇപ്പം ഞാനിവിടെ ഈ പെന്നിനെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളൊരാളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി എൻ്റെ തൊട്ടടുത്ത്. അയാൾക്ക് കൊടുക്കണ നിർദ്ദേശം ഇതാണ്: ഏതോ മൊമെൻറ്റ് ഞാൻ ഈ പെന്ന് താഴേക്ക് ഇടും, അയാളത് പിടിക്കണം. ഓക്കെ, അയാൾക്ക് റിയാക്ഷൻ ടൈം ഭയങ്കര ഉഷാറാണ്, എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റിയാക്ഷൻ ടൈമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെന്ന് താഴേക്ക് ഇടുമ്പോഴേക്കും അയാളുടെ കൈ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അയാൾക്ക് റിയാക്ഷൻ ടൈം വല്ലാണ്ട് കൂടുതലാണ്. ആൾ ഭയങ്കര എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിലോ പെന്ന് താഴെ വീഴും, അയാൾ നോക്കിക്കും. നമുക്കൊരിക്കലെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാവും. നമ്മളെ കിച്ചണിൽ അമ്മയൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഒരു പാത്രം കൈ തട്ടിയിട്ട് അറിയാണ്ട് താഴേക്ക് വീഴും, ചിലപ്പോൾ ഒരു കുപ്പിയൊക്കെ അറിയാണ്ട് താഴേക്ക് വീഴും. നമ്മളത് കണ്ടു നിൽക്കുന്നുണ്ടാവും. ആ കാഴ്ച കണ്ടിട്ട് ആസ്വദിച്ചാണ് നിൽക്കും. എന്നിട്ട് വീണ് കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറയും. ചുരുക്കം ചില കേസിൽ നമ്മൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഫിലിം സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യും? നായകനെ പോലെ ആ വീണ സമയത്ത് അപ്പോഴൊന്നും ബോധം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വരും. അങ്ങനെ അറിയാണ്ട കൈയാണ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് പിടിച്ചെടുക്കും. എന്നിട്ട് വല്ല എവറസ്റ്റ് കീഴടക്കിയ ആളെ പോലെ അത് അവിടെ കൊണ്ടുപോയിട്ട് വെക്കും. ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഡ്യൂ ടു റിയാക്ഷൻ ടൈം. ചിലപ്പോൾ നമുക്കത് വർക്ക് ചെയ്യില്ല, ടൈം കൂടും, കുപ്പി താഴെ വീണ് പൊട്ടും. ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ആ റിയാക്ഷൻ ടൈം വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ടൈം ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ നമ്മളെ മൊബൈൽ താഴേക്ക് വീഴുമ്പോഴാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ അതിപ്പോൾ, അല്ലെ? ഹ്യൂമൻ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഈ മൊബൈൽ താഴേക്ക് വീഴുമ്പോൾ ഓക്കെ, ചില ആളുകൾ എന്തിനാ ശ്രമിക്കാന്ന് വെച്ചാൽ അതിനെങ്ങനെ പോയിട്ട് പിടിക്കാനാണ് ശ്രമിക്കുക. ആ ആൾ മിക്കവാറും മൊബൈൽ ഷോപ്പിൽ പോകും പുതിയ മൊബൈൽ വാങ്ങാൻ. കാരണം അത് മൊത്തം പൊട്ടിച്ചെതറിയിട്ടുണ്ടാവും. കാരണം വീണ മൊബൈലിനെ എങ്ങനെ പോയി പിടിച്ചാൽ എന്താ സംഭവിക്കുക? അതൊന്നും കൂടി സ്പീഡിൽ വീഴും. ചുരുക്കം ചില ആളുകൾ ഭയങ്കര രസമായിട്ടാണ് അത് റിയാക്ട് ചെയ്യണത് കണ്ടിട്ടുള്ളത്. ഫോൺ താഴേക്ക് വീഴുമ്പോൾ അറിയാണ്ട് കാല് ഫോണിൻ്റെ മുകളിലേക്കാണ് കൊടുക്കും. അങ്ങനെ കാല് ഫോണിൻ്റെ താഴേക്ക് എത്തേണ്ട ഇതിൽ കാൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോൺ കൃത്യം കാലിൽ വന്ന് വീഴും. പിന്നെ നിലത്തേക്ക് വീഴുമ്പോൾ വലിയൊരു പരിക്കില്ലാണ്ട് മൊബൈൽ കിട്ടും. ഒരു ദീർഘനിശ്വാസം വരണവും കാണാം. ഹൗ അല്ലേ? അത് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യണത് കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ട എക്സാമ്പിളാണത്. അറിയാണ്ട് നമ്മളെ കാല് മൊബൈലിൻ്റെ മുകളിലേക്ക് വരുന്നു ഡ്യൂ ടു റിയാക്ഷൻ ടൈം. ചിലർക്ക് അപ്പോഴും വർക്ക് ചെയ്യില്ല, അത് വീണ് പൊട്ടിക്കഴിയുമ്പോഴാണ് ബോധം വരിക, അയ്യോ വീണുമല്ലോ. അത് റിയാക്ഷൻ ടൈമിൻ്റെ വ്യത്യാസമാണ്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഭയങ്കര രസമാണ്. ഇവിടുന്ന് താഴേക്ക് ഓക്കെ എത്ര
സമയം കൊണ്ട് ആ ഹൈറ്റ് നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, h ഈക്വൽ ടു ഹാഫ് GT². അതിൽ നിന്ന് നമുക്ക് T² കിട്ടും. ഇറ്റ് ഈസ് 2h/g or T equal to root of 2h/g. ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ഒരിക്കൽ കൂടെ പുതിയ രൂപത്തിൽ പറയുന്നു. ഈ സമയത്തിനെ നമ്മൾ വിളിക്കണ പേരാണ് റിയാക്ഷൻ ടൈം. ഓക്കെ, ഈ സമയത്തിനെ നമ്മൾ വിളിക്കണ പേര് റിയാക്ഷൻ ടൈം എന്നാണ്. ഈ ഡിസ്റ്റൻസിനെ വിളിക്കണ പേര് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇതാണ് റിയാക്ഷൻ ടൈം. ഓക്കെ, സോ ഈ രണ്ട് ഡാറ്റാസും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.